ബാലതാരങ്ങൾ മലയാളികളുടെ മനസ്സിൽ അതിവേഗം കയറിപ്പറ്റാറുണ്ട്. അങ്ങനെ വളരെ വേഗത്തിൽ ഒരൊറ്റ സിനിമ കൊണ്ട് കയറിപ്പറ്റിയ വ്യക്തിയാണ് ദേവനന്ദ. മാളികപ്പുറം എന്നൊരൊറ്റ സിനിമ മാത്രം മതി ദേവനന്ദയെക്കുറിച്ച് പ്രേക്ഷകർക്ക് നന്നായി അറിയാനായി. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ കൃത്യമായി എല്ലാ വാർത്തയും ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും കൃത്യമായി തന്നെ അതിനെക്കുറിച്ച് അറിയുന്നുമുണ്ട്. സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഇപ്പോൾ ഇതാ ദേവനന്ദയ്ക്ക് ആശംസകൾ അറിയിച്ച് എത്തുകയാണ്. പ്രേക്ഷകരെല്ലാവരും ദേവനന്ദ പുതിയ വീട് വയ്ക്കുന്നതിനാണ് ആശംസകൾ അറിയിച്ച് എത്തുന്നത്. ഈ ചെറിയ പ്രായത്തിലെ തന്നെ അച്ഛനെയും അമ്മയും സഹായിക്കാനും ഒരുപാട് സമ്പാദിക്കാനും അതുപോലെ തന്നെ ഇതാ ഈ ഒരു ചെറിയ പ്രായത്തിൽ വീട് വയ്ക്കാൻ പോലും തയ്യാറായിരിക്കുകയാണ് ദേവനന്ദ. അത്രമാത്രം സേവിങ്സോടെയാണ് ആ കുട്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മാളികപ്പുറം എന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിയ ഒരു താരം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കും. സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ ദൈവതുല്യയായി പോലും പലപ്പോഴും മാളികപ്പുറത്തിലെ താരത്തിനെ ഏറ്റെടുത്തിരുന്നു. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്നൊരു പ്രധാന വിഷയമായി ഇത് മാറിയിട്ടുമുണ്ടായിരുന്നു. പലരും ദേവനന്ദയെ കണ്ടാൽ കൈയെടുത്ത് തൊഴുകയായിരുന്നു. അയ്യപ്പൻ്റെ വരദാനം കിട്ടിയ കുട്ടി എന്നിവരെ എല്ലാവരും താരത്തിനെ വിശേഷിപ്പിച്ചിരുന്നു. തൻ്റെ പ്രായത്തിനേക്കാൾ അപ്പുറം പക്വതയുണ്ട് ദേവനന്ദയ്ക്ക് എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പല ട്രോളുകൾക്കും ഇരയായിട്ടുണ്ട്. അപ്പോഴൊക്കെ പ്രേക്ഷകർ ഏറ്റെടുക്കാതെ ഇരുന്നിട്ടുമുണ്ട്. എന്നാൽ അതൊന്നും തന്നെ തോൽപ്പിക്കാനാകില്ല എന്ന ദേവനന്ദ ഓരോ സമയവും തെളിയിച്ചുകൊണ്ടിരുന്നു. പ്രേക്ഷകർ ഇപ്പോൾ ആശംസകൾ അറിയിക്കുന്നത് ദേവനന്ദയുടെ പുതിയ വീടിന് വേണ്ടി തന്നെയാണ്. ഈ ഒരു പ്രായത്തിൽ പുതുതായി വീട് വയ്ക്കാൻ സഹായിക്കുക, അതിനുവേണ്ടി സമ്പാദിക്കുക എന്നത് വളരെ ചെറിയ കാര്യമല്ല. ദേവനന്ദയെ കൊണ്ട് തന്നെ ആ വീടിൻ്റെ തറക്കൽ ഇടിയിപ്പിച്ചിരിക്കുകയാണ് അച്ഛൻ. ദേവനന്ദ വന്നതിന് ശേഷമാണ് തൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതെന്ന് ദേവനന്ദയുടെ അച്ഛൻ പറയുന്നു. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ മകളിലൂടെയാണ് സാധിച്ചെടുക്കുന്നത്. അവൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അഭിനയിക്കുന്നു. ഇഷ്ടമുള്ളിടത്തോളം കാലം അഭിനയിക്കും. അവളെ ആർക്കും വിഷമിപ്പിക്കാനാകില്ല. അവളെ ഒരിക്കലും വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കുകയുമില്ല. ഞാൻ കാവൽ നിൽക്കും. ശരിക്കും പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ പറഞ്ഞത് സത്യമാണ്. ഒരിക്കലും ദേവനന്ദയ്ക്ക് വേണ്ടി അച്ഛൻ മാറി നിൽക്കാറില്ല. എല്ലാ അഭിമുഖങ്ങളിലും ഭൂരിഭാഗം സമയവും അച്ഛൻ തന്നെയാണ് കൂടെ എത്താറുള്ളത്. എപ്പോൾ കണ്ടാലും അച്ഛനോടൊപ്പം തന്നെയാണ് നിൽക്കാറുള്ളത്. എല്ലാവരോടും വളരെ പക്വതയോടെ സംസാരിക്കുന്ന ഒരു കുട്ടി കൂടിയാണ് ദേവനന്ദ. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ പ്രായത്തിലെ വീടൊക്കെ നേടാൻ സാധിച്ചത് വളരെയധികം സന്തോഷമായി തന്നെ പ്രേക്ഷകർ കാണുന്നുണ്ട്. പുതിയ ഫ്ലാറ്റ് കാസഡൽ പ്രോപ്പർട്ടീസിൻ്റെ ആയിട്ടാണ് ഇപ്പോൾ തറക്കല്ലിടുന്നത്. ഇപ്പോൾ നല്ല അടിപൊളി വീട്ടിലാണ് ദേവനന്ദ താമസിക്കുന്നത്. ദേവനന്ദ പുതുതായി വാങ്ങുന്ന ഫ്ലാറ്റ് കാസഡൽ പ്രോപ്പർട്ടീസിലാണ് ഉള്ളത്. അതിൻ്റെ ഉദ്ഘാടനവും അതുപോലെ തറക്കല്ലും തന്നെയാണ് ഇപ്പോൾ ഇടുന്നത്. പൂജ ചെയ്ത് കൃത്യമായ രീതിയിൽ തന്നെയാണ് അത് നടത്തുന്നത്. എല്ലാം അതിൻ്റേതായ രീതിയിൽ ഭഗവാന്റെ കടാക്ഷം വേണമെന്നും ആളുകളുടെ പിന്തുണ വേണമെന്നും അതുപോലെ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് അറിയണമെന്നുമൊക്കെയാണ് ദേവനന്ദ ക്ലിയറായി പറയുന്നത്. എന്തുണ്ടെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറയാൻ യാതൊരു മടിയും കാണിക്കാത്തൊരു വ്യക്തി തന്നെയാണ് ദേവനന്ദ എന്ന് പറഞ്ഞേ മനസ്സിലാക്കൂ. കാരണം അത്രമാത്രം പ്രേക്ഷകർ ഒരുപാട് ട്രോളുകൾ നിറയ്ക്കുന്നുണ്ടെങ്കിലും ദേവനന്ദയ്ക്ക് അതിലൊരു കാര്യവുമില്ല. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രേക്ഷകർ ഏറ്റെടുക്കാറേ ഉള്ളൂ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.